ചായയും കൂടി വെച്ച് കഴിഞ്ഞാല് പണി കഴിഞ്ഞു. വെള്ളം കുറവാണല്ലോ. വെള്ളം കുറഞ്ഞാല് ഒരു പണി നടക്കൂല. എടി അഞ്ചോ നേരം വെളുത്തപ്പ കേറിയതാണല്ല. നിന്റെ പണിയൊന്നും കഴിഞ്ഞില്ലേ? ദേമേ ചായയും കൂടി വെക്കാനുള്ളത് ഞാൻ പണി കഴിഞ്ഞു. ഓ വെളുപ്പാങ്കാലത്ത് കേറിയതാണല്ലോ പെണ്ണെ. ഈ ഒച്ച എഴണ പോലെയാണല്ലോ ചെയ്യണത്. അതെ, അവന് ഓഫീസിൽ പോകാനുള്ളതാണാ. എല്ലാം റെഡിയാക്കണ്ടേ? ദേമേ കഴിഞ്ഞമ്മ ചായയും കൂടി വെക്കാനുള്ളൂ. ചായയും കൂടി വെക്കാനുള്ളൂ. വെള്ളമില്ല. രാവിലെ മുതൽ പൈപ്പിലാകെ ഒരു ഇത്തിരി വെള്ളമുള്ളൂ. അതാണ് എന്റെ പണി കഴിയാതെ. അവിടെ കിണറില്ലേ? കിണറ്റിന്ന് വെള്ളം കോരി വെക്കണം തലേ ദിവസം. അതറിയില്ലേ മോക്ക്? ഞാൻ വിചാരിച്ചില്ലല്ലോ. ഒന്നും വിചാരിക്കൂല. അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. പെണ്ണുങ്ങളായാല് ഒന്നും വിചാരിക്കൂല. ഒച്ചിന് പോലെ എഴഞ്ഞെഴിഞ്ഞ് നടക്കും. ഇതൊക്കെ ഓടി ചെയ്ത് കണ്ടറിഞ്ഞൊക്കെ ചെയ്യണം. മനസ്സിലായ പറയണത്? ഇനി എന്ത് നോക്കിക്കണേ? ചായ ഉണ്ടാക്ക്. എന്തെങ്കിലും പറഞ്ഞിങ്ങനെ നോക്കി നിന്നോളും. അഞ്ചു, എന്റെ ഡ്രസ് എന്ത്? കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ ഡ്രസ് ഇല്ല. നീ ഡ്രസ് തേച്ചില്ലല്ലോ? അയ്യോ ചേട്ടാ, ഞാൻ ഡ്രസ് തേച്ചിട്ട് മുകളിൽ തന്നെ വെച്ചേക്കണാണ്. ഞാൻ താഴെ കൊണ്ടുവന്നൊക്കെ മറന്നുപോയി. ഞാൻ പോയി എടുത്തോണ്ടും വരാം. കണ്ട, ഇതന്നെ ഞാൻ പറഞ്ഞേ. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. നീ എന്തെന്നാ മോളിങ്ങനെ കാണിക്കണം? നീ ചെന്ന് അവന് പോകാറായി. വേഗം ആവട്ടെ, പോകാൻ സമയായി. ഇത് എന്തൊരു പെണ്ണാണെന്നാവോ. ഏത് നേരത്താണാവോ ഇതിനിങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്? ഒരു സാധനം ചെയ്യില്ല മോനെ. വെളുപ്പിന് എഴുന്നേറ്റതാണ്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെ, ഞാൻ വന്നപ്പോഴാണ് അവിടെ ചായ ഉണ്ടാക്കാൻ പോണുള്ളൂന്ന്. ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് ആർക്കും. ദൈവമേ. പിന്നെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടിയാണ് അവള് ചെയ്യണത്. ഒച്ച എഴണ പോലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നീ പറഞ്ഞപ്പോഴല്ലേ അത് ചെയ്യാൻ പോയത്. അല്ലെങ്കിൽ അതോടെടുക്കും. ഇങ്ങനെ ഒരു ബോധമില്ലാത്ത പെണ്ണായിരുന്നല്ലേ ഇത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ഇങ്ങനെ അളവ് വെച്ചോണ്ട് പോയാലേ അവള് നിന്റെ തലയിൽ കയറും. അപ്പൊ നീ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഇനി ഞാൻ വന്ന് എല്ലാം ചെയ്യണം ഇവിടെ. ഒന്നും മനുഷ്യന് പാടില്ല. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയില്ലേ അവളെ കെട്ടി കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ ഇത് എന്റെ തലയിലായി. വേദനിക്കട്ടെ. ഈ മേലാലേ ഇത് മറക്കരുത്. അതിന് വേണ്ടി ചെറിയൊരു മരുന്നത്. മനസ്സിലാ? മാറരുത്. എനിക്കായി. എന്തിനാണ് ഒച്ചയിട്ടത്? അമ്മതേ ചായ കുടിച്ച ഗ്ലാസ് താഴെ വീണ്. ചേട്ടൻ ചായ കൊടുത്തിട്ട് അത് ഞാൻ മേടിച്ചതാണ്. ഇപ്പൊ താഴെ വീണുപോയി. അല്ല, നിനക്ക് ഗ്ലാസ് പിടിക്കാനുള്ളൊന്നും ശേഷിയില്ലേ? കുഞ്ഞു പിള്ളേരെ പോലെയുള്ള കണ്ണൊന്നും കണ്ടൂടെ? അതമ്മ ഞാൻ അറിഞ്ഞോണ്ടല്ല. പെട്ടെന്ന് ഞാൻ പിടിച്ചപ്പോ കയ്യിന്ന് തെന്നിപ്പോയി. അങ്ങനെ വീണതാണത്. തെന്നിപ്പോയി പറഞ്ഞപ്പോ കഴിഞ്ഞല്ല. ഇത് സ്റ്റീൽ ഗ്ലാസ് ആയോണ്ട് കുഴപ്പമില്ല. ചില്ലാണെങ്കില നിനക്കൊന്നും പറയണ്ടല്ല. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണാ? അല്ലല്ല. ഇത് എന്റെ മോൻ കഷ്ടപ്പെട്ട് മേടിച്ചോണ്ടുവന്ന സാധനങ്ങളാ. അതൊന്നേ നശിപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവിടുത്തെ സാധനങ്ങളെല്ലാം കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യണം. ഇങ്ങനെ എറിഞ്ഞു കളയാനുള്ളത് നിന്റെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ടൊന്നല്ല. വന്ന് വേറിഞ്ഞിട്ടും കയ്യൊന്ന് തെറ്റിപ്പോയിന്ന് എടുത്തോണ്ടും പോ. ഓരോന്നും നശിപ്പിക്കാൻ വന്നേക്കണ്. കുഞ്ഞു വാഴയല്ലേ, തെന്നിപ്പോയി. ഇങ്ങനത്തെ ഒരു മാരനോടല്ല ഇങ്ങോട്ട് കേറി വന്നത്. കുടുംബം നശിപ്പിക്കാനായിട്ട്. സഹിക്ക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഇവളെ കൊണ്ട് ശരിക്കുമല്ല. പോയിട്ടുണ്ട്. എന്തായാലും അവൻ നമുക്ക് കൊടുക്കും. എരി, നിനക്ക് ഇത്ര നല്ലൊരു ഗ്ലാസ് പിടിക്കാൻ പോലും അറിഞ്ഞൂടെ? വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താനായിട്ട് എപ്പോഴും അതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ടിരുന്നോളൂ. എന്റെ ചേട്ടൻ ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. പിന്നെ അറിഞ്ഞോണ്ട് എന്റെ കയ്യിൽ നിന്ന് വീണു പോയതല്ലേ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം നീ ഒപ്പിക്കൂലേ? വെറുതെ നമ്മുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനായിട്ട്.
നിങ്ങളൊക്കെ ഈ പറയണേട്ട് എന്തോ ഞാനത് മനഃപൂർവ്വം ചെയ്ത പോലെയുള്ള, ഞാനത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. എല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ വീഴും. ആൾക്കാർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഒരു സാധനം വീഴാറില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വീഴാറുണ്ട്? ഞാൻ എന്ത് പറയാറുണ്ടാ? എന്റെ കയ്യിൽ നിന്ന് എന്ത് വീണാലോ അതെ അത് വലിയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കും. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടായതും പോരാ, നീ കണ്ട് ന്യായീകരിക്കണ. ഇപ്പോഴാണ് സമാധാനായത്. ന്യായീകരിക്കണ. ഇനി മേലാലും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ കാര്യം ശ്രദ്ധിച്ച് ചെയ്തോളണം. അവളുടെ ഭാഗത്ത് തന്നെ പറ്റിയിട്ട് എന്നെ അമ്മനെ കുറ്റം പറയാനുള്ളു. ഇതൊരു പാടോക്കണം അല്ലേ? വെയിലും പോയി എല്ലാം പോയി. ഇതൊക്കെ ചെയ്യാനേ ഞാൻ തന്നെ വേണം. ഇവിടെ ഒരു തീണ്ട്, ഒരു സാധനം എടുത്തു വെക്കില്ല. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? അമ്മ ഒന്ന് ചേട്ടനോട് പറയണം. ചേട്ടനിപ്പൊ ഈ ഇടയിട്ട് എന്നെ ഉപദ്രവിക്കണത് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ചെറിയൊരു പിച്ചലും നോവിക്കലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞോണ്ടും വെറുതെ എന്നെ അടിക്കണ്. ഞാനൊന്നും ചെയ്യാത്ത കാര്യത്തിന് പോലും ചേട്ടന് ദേഷ്യം വരുമ്പോ എന്നെ തല്ലിയാണ്. അമ്മ ഒന്ന് ചേട്ടനോട് പറയണം. എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല അമ്മ. വേദന സഹിക്കാൻ പറ്റണില്ലാന്ന് അത് നിന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കുള്ളൂ. ഭർത്താക്കന്മാര് ചിലപ്പോ ഭാര്യമാരെ തല്ലുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യും. അതൊക്കെ കണ്ടും ക്ഷമിച്ച് അങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അല്ലാണ്ട് എന്നോടൊന്നും പറയാനല്ല. അത് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ലേ, അത് നിങ്ങൾ തമ്മിൽ തീർക്കാം. അല്ലാണ്ട് നീ നിന്റെ വീട്ടിൽ പോയി പറയാനോ എന്റെ അടുത്ത് പറയാനോ പാടില്ല. വേറെ ആരും ഒന്നല്ലല്ല, നിന്റെ കെട്ടിയോൻ തന്നെയല്ലേ. അപ്പൊ അത് കണ്ടും ക്ഷമിച്ചും സഹിച്ചൊക്കെ ഇരിക്ക. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? നിന്റെ സ്വഭാവം കൊണ്ടായിരിക്കുള്ളൂ, അല്ലാണ്ട് അവനൊന്നും ചെയ്യൊന്നുമില്ല. എന്റെ അമ്മേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ ഒന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല, അതന്നെയാണ് കുഴപ്പം. വെറുതെ അല്ല അവന്റെ കിട്ടാൻ നിൽക്കണത്. അതെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലേ എന്നോടൊന്നും പറയാൻ നിൽക്കല്ലേട്ടാ. എനിക്ക് ഒന്നാമതേ വയ്യ. നിങ്ങളായി നിങ്ങളുടെ പാടായി. അമ്മ ഉമ്മയൊന്നും പറഞ്ഞ് ഒന്ന് വരാൻ നിൽക്കരുത് മാത്രം പറയാനുള്ളൂ മനുഷ്യൻ. എന്റെ മോളെ നീ കരച്ചിൽ നിർത്തിട്ട് കാര്യം പറ. എന്താണ് പറ്റിയെന്ന്? എന്താ കാര്യം പറ മോളെ. അമ്മേ, 2 ദിവസമായിട്ട് വീട്ടിൽ ഫുഡൊന്നും വെക്കാറില്ല. ഞങ്ങള് പുറത്തുനിന്നാണ് കഴിച്ചിരുന്നത്. അപ്പൊ എനിക്കൊരാഗ്രഹം ഇന്നും കൂടി പുറത്തുനിന്ന് കഴിക്കാനായിട്ട്. ഞാനത് അയാളോട് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, 2 ദിവസം പുറത്തുനിന്ന് കഴിച്ചല്ലേ, നിനക്ക് എന്തിവിടെ പണി, ഇന്ന് ഇവിടുന്ന് വെച്ചാ മതി എന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടമായില്ല. ഞാനവിടെ ഇരുന്ന പ്ലേറ്റ് എടുത്ത് പൊട്ടിച്ചളഞ്ഞു. അപ്പൊ അയാളോട് തന്നെ തല്ലിയമ്മ. അവനെന്റെ മോളെ തല്ലിയേക്കണ. അവനെങ്ങനെ ധൈര്യം വന്നിന്റെ മോളെ തല്ലാനായിട്ട്? അവന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ വിട്ടാ പറ്റൂല. ചേട്ടൻ വരട്ടെ. ഇപ്പൊ തന്നെ നമുക്കേ കംപ്ലൈന്റ് കൊടുക്കാം പോലീസ് സ്റ്റേഷനില്. സ്ത്രീ പീഡനത്തിന് തന്നെ അവനെ ജയിലിൽ പോണം. അല്ലേ അവന് എന്താ വാശമുണ്ട് എന്നെ മോളെ തല്ലാനായിട്ട്? അമ്മ ഇതെന്തൊക്കെയാണ് പറയണത്? അവളെ തല്ലിയത് വേറെ ആരുമല്ലല്ലോ, അവളുടെ ഭർത്താവല്ലേ. ഭർത്താക്കന്മാരാകുമ്പോ ഭാര്യമാരെ തല്ലിയൊക്കെ ചെയ്യും. അതൊന്ന് ക്ഷമിക്കാൻ പറ. എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെടാൻ പറ്റുമോ? അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചങ്ങ് തീർത്തോളൂ. അമ്മേ, നീ എന്തെന്നാണ് പറയണത്? തല്ലിയതേ എന്റെ കൊച്ചിനെയാണ്. ഞാൻ പോലും അവളെ തല്ലിയിട്ടില്ല. ഇതേ ശരിയാവൂല. അവനെയും അവന്റെ തള്ളേനെയും ജയിലിൽ കയറ്റണം. ഞാൻ വെച്ചിട്ടുണ്ട്. കാണിച്ചൊരു രണ്ടിന്. എന്റെ അമ്മ എന്തിനാണ് ഇങ്ങനെ ചൂടാവണത്? അമ്മ മോളോട് പറഞ്ഞു കൊടുത്തേ, ഭർത്താക്കന്മാരായി കഴിഞ്ഞാലേ തല്ലും. അതെല്ലാം സഹിച്ച് ഭാര്യമാര് ഭർത്താക്കന്റെ വീട്ടില് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അതല്ലേ ജീവിതം. പിന്നെ പരാതിയായിട്ടൊന്നും പറയരുതെന്നൊക്കെ അമ്മ ഒന്ന് പറഞ്ഞു കൊടുത്തേ, അവക്ക് മനസ്സിലാവും. എന്റെ നാത്തൂന് എന്തൊക്കെയാ പറയണത്? എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അപ്പൊ മോക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ? ഇവിടെ അമ്മക്ക് പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട്. ഭാര്യന ഭർത്താവ് തല്ലിയാല് ഒരു കുഴപ്പമില്ല. അതില് വീട്ടുകാര് ഇടപെടാനും പാടില്ല. മോളുടെ ചേട്ടനെ എന്നെ എന്തോരം ഉപദ്രവിക്കുമെന്നാ. ഉപദ്രവിക്കാൻ കാരണമുണ്ട്. ഈ അമ്മ ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞ് മോന് എരുതിരി എറ്റി കൊടുക്കും. അങ്ങനെ മോൻ എന്നെ ഉപദ്രവിക്കുമ്പോ അത് കണ്ട് സന്തോഷിക്കുന്ന ഒരാളാണ് നിന്റെ അമ്മ. ഞാനേ മോനോട് ഉപദ്രവിക്കല്ലെന്നൊന്ന് പറയാൻ പറഞ്ഞപ്പേ എന്നോട് പറഞ്ഞതാണ്, ഭർത്താക്കന്മാര് ഭാര്യമാരെ തല്ലും, അതെല്ലാം സഹിച്ചിട്ട് വേണം ഇവിടെ ജീവിക്കാന്ന്. അതാണ് ജീവിതോന്ന്. ഒരു വീട്ടിലെ
രണ്ട് നിയമം പാടില്ലാമേ. എനിക്കുണ്ടായ അതേ അനുഭവം അമ്മയുടെ മോക്കുണ്ടായപ്പോഴത്തേക്കും അമ്മക്ക് പൊള്ളിയല്ലേ. എന്നെ തല്ലിക്കൊണ്ടിരുന്നതേ വെറുതെ ഒരു അനാവശ്യ കാര്യത്തിനാണ്. ഇവക്ക് ഈ ഒരു തല്ലേ ആവശ്യമായിരുന്നു, അവള് ചോദിച്ചു വാങ്ങിയതാണ്. അല്ലെങ്കിലും ഒരുമിക്ക അമ്മായിമ്മമാരും ഇതേപോലെ തന്നെയാണ്. മറ്റുള്ളവരുടെ മക്കള് കരയുമ്പോ അത് നാടകം, അഭിനയം. സ്വന്തം മക്കള് കരയുമ്പോ അത് സഹിക്കാൻ പറ്റൂല അല്ലേ. ആദ്യം മാറേണ്ടതേ ഇങ്ങനത്തെ വേർതിരിവാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, അമ്മ ആ ചെറുക്കനെതിരെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ഞാനും പോകും പോലീസ് സ്റ്റേഷനിൽ. അമ്മക്കറിയാല ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ടേ മോളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വിടാൻ നോക്ക്. ഇനിയെങ്കിലും ഈ അമ്മയുടെ സ്വഭാവം കാണിക്കാതെ നീ നിന്റെ കെട്ടിയവന്റെ വീട്ടില് നല്ലോണം ജീവിക്ക്. അതെ, മരുമകളും ഒരമ്മ പെറ്റ മകളാണെന്ന ചിന്ത പല വീടുകളിലും ഉണ്ടാകാറില്ല. സ്വന്തം മകൾക്കൊരു നീതിയും മരുമകൾക്ക് മറ്റൊരു നീതിയും നടപ്പാക്കുന്നിടത്താണ് കുടുംബങ്ങൾ നരകമാകുന്നത്. എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ?